ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി ചേരുകയാണ്. അരുൺകുമാർ, ദില്ലിയിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നു. ഇ ഡി ആദ്യത്തെ കുറ്റപത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ സാം പിട്രോഡയുടെ പേരും ഈ കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു. അരുൺ, ഇവിടെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി കേസ് അത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഴിമതി കേസോ അല്ലെങ്കിൽ അത് മറ്റു മാധ്യമങ്ങൾ ചിത്രീകരിച്ചതുപോലെ യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. പ്രധാനപ്പെട്ട പത്രം മനോരമയടക്കം കോൺഗ്രസിനെതിരെ ഇ ഡി എന്ന രൂപത്തിലാണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്വത്തുക്കൾ, വർഷങ്ങളായി കോൺഗ്രസ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന സ്വത്തുക്കൾ വ്യക്തിപരമായി രണ്ടുപേരുടെ കുടുംബത്തിന്റെ പേരിലേക്ക് ആക്കാൻ അവർ രൂപീകരിച്ച ഒരു കമ്പനിയുടെ പേരിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് ഇ ഡിയുടെ കേസിന്റെ ഉള്ളടക്കം. അതിൽ 692 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ അതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു കുറ്റപത്രമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് വ്യക്തമാണ്. കാരണം നാഷണൽ ഹെറാൾഡിന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഒരു കമ്പനി പെട്ടെന്ന് രൂപീകരിച്ച് പ്രധാനപ്പെട്ട വലിയ ആസ്തികൾ യാതൊരു തരത്തിലുള്ള അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കാതെ വ്യക്തിപരമായിട്ടുള്ള കമ്പനികളുടെ പേരിലേക്ക് മാറ്റുന്നു. ആ കുറ്റപത്രം ഉള്ളടക്കം പുറത്തു വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള വസ്തുത മനസ്സിലാക്കുക. ഏതെങ്കിലും തരത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന അടുത്ത കാലത്തുണ്ടായ സാഹചര്യം പോലെ തന്നെ അത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇതിന്റെ ഉള്ളടക്കം പുറത്തു വരുന്നത്. കുറച്ച് നാളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു കേൾക്കുകയാണ്. ഏതായാലും വൈകുന്നേരമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതിന്റെ കുറ്റപത്രത്തിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പുറത്തു വന്നാലാണ് നമുക്കതിന്റെ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഘട്ടം മനസ്സിലാക്കാൻ കഴിയൂ. ഏതായാലും ഏറ്റവും ഗൗരവമായി തന്നെ ഈ കേസിന്റെ ഉള്ളടക്കം മുന്നോട്ട് പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഈ ഒരു പരാതിയിൽ സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഏതാണ്ട് 2000-ഓളം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇവർ കൈക്കലാക്കി. ഇവർക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കൂടിയാണ്. പക്ഷെ അതിലുപരി നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പൊതുവായ ഒരു സ്വത്ത് വ്യക്തികളുടെ പേരിലേക്ക് കൈമാറി അല്ലെങ്കിൽ മാറ്റപ്പെട്ടു. അതിന് പിന്നിൽ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. കൃത്യമായിട്ട് തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പത്രത്തിന്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇതിന്റെ ഏറ്റവും കണ്ണായ സ്ഥലത്തുള്ള സ്വത്ത് അത് ഒരു പെട്ടെന്നൊരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനിയുടെ പ്രവർത്തന പരിചയവും മറ്റു കാര്യങ്ങളും പൊതുസമൂഹത്തിൽ തന്നെയുണ്ട്. ആ കമ്പനിയുടെ ഉടമസ്ഥർ ആരൊക്കെയാണ്? ഇപ്പൊ കേസിൽ പ്രതിയായിട്ടുള്ളവർ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന, സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ 1940-കളിൽ തന്നെ ഏറ്റവും ജനങ്ങളിൽ നിന്ന് പിരിച്ച പണവും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്നൊരു പത്രമാണ്. അപ്പൊ ഒരു പൊതു ഇടത്തിൽ നിന്ന് ആ സ്വത്തുക്കളെ സ്വകാര്യ ഇടത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും മറ്റും കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്. പക്ഷെ കോൺഗ്രസിൽ തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള ആവശ്യം വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഗൗരവത്തോടെ പരിശോധിക്കണം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇപ്പോ ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ ഗൂഢാലോചന പാർട്ടുണ്ട്. ആ ഗൂഢാലോചന ആരൊക്കെ തമ്മിലാണ്, എന്നാണ് ആ ഗൂഢാലോചന തുടങ്ങിയത്, എന്താണ് ഇത്രയും വലിയ ഭൂസ്വത്ത് പുതിയൊരു കമ്പനിയുടെ പേരിലേക്ക് മാറ്റാനുണ്ടായിട്ടുള്ള കാരണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഗൂഢാലോചന പാർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ഏതായാലും കുറ്റപത്രം പുറത്തു വരുന്നതോടുകൂടി അത് അതിന്റെ ഒരു യഥാർത്ഥ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഗൗരവമായ കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഉയർന്നു കേട്ട വർഷങ്ങളായിട്ടുള്ള ഒരാവശ്യം, ആ ആവശ്യമായിരുന്നു ഇതിൽ ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രോപ്പർട്ടി മാറ്റാൻ, ആസ്തികൾ മാറ്റാനുണ്ടായിട്ടുള്ള കാരണം. അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നത്. ഏതായാലും അത് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത. നന്ദി അരുൺകുമാർ പ്രതികരിച്ചതിന്.